അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാവരും വർത്താനം, സുഖമല്ലേ? എനിക്കും സുഖമാട്ടോ, കുഴപ്പമൊന്നുമില്ല, തട്ടിമുട്ടി അങ്ങനെ പോണ്. പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ മാറ്റി ഒരുങ്ങി എടുക്കാൻ പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാ. രാവിലെ തന്നെ എല്ലാം കുളിച്ച് മാറ്റി ഒരുങ്ങി നല്ല ഗെറ്റപ്പിൽ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ കാട്ടിക്കൂട്ടലൊന്നും നോക്കണ്ട, ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ ഉള്ളിൽ. ഈ മുഖത്ത് കാണുന്ന ഈ ചെറിയൊന്നും കാര്യത്തിലെടുക്കണ്ട. എന്താണാവോ മനസ്സിൽ ഭയങ്കര ബേജാറ് കേട്ടോ. പിന്നെ എൻ്റെ വെള്ളക്കുപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ടും ഇത് മുന്നിൽ നടക്കണ്ട കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പെരയിൽ നിന്ന് ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ താനൂർ ഹോസ്പിറ്റലിലേക്ക് പോവാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കവറിൽ എന്താ കുറേ പൊന്തയും കാടും കുറേ ചെടിയൊക്കെയാണല്ലേ. ഇത് ഉമ്മമാക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ ഉമ്മമാൻ്റെ പെരയിലാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ കേട്ടോ ചെടി. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്കാണ് ആ പെര. അപ്പോൾ അവിടെ കൊടുത്തിട്ട് ഉമ്മമാനായിട്ട് പോരണം കേട്ടോ ഞങ്ങൾക്ക് തിരിച്ച് പോരുമ്പോൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തായാലും പെരയിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കണം. ഞങ്ങൾ അയൽവാസിക്കാരൊക്കെ പുറത്ത് ചാടണുള്ളൂ, അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ പെരയിൽ നിന്ന് പുറത്താടിയിട്ടാ. അങ്ങനെ പിന്നെ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പപ്പി ആപ്പാപ്പിയും വന്നിരുന്നു കേട്ടോ. അതായത് ഇത് ഉമ്മാൻ്റെ അപ്പിയും മറ്റേത് ഉമ്മാൻ്റെ ആപ്പാപ്പി കേട്ടോ, അതായത് പപ്പാൻ്റെ അനിയന്. അങ്ങനെ രണ്ടാളും വന്നിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ കടകളൊക്കെ തുറക്കണുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടാ. അപ്പോൾ ഇങ്ങനെ കളിയും ചിരിയൊക്കെ ഉണ്ടെന്നുള്ളൂ കേട്ടോ. ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം 6 ആഴ്ചയിൽ നമുക്കൊരു സ്കാനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് 9 ആഴ്ചയിൽ ഒരു സ്കാനിങ് ഉണ്ടാവും കേട്ടോ. കാരണം കുട്ടിക്ക് വളർച്ച ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബേജാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ 6ാമത്തെ ആഴ്ചയിൽ പോയപ്പോൾ എനിക്ക് മിടിപ്പും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ച് തന്നിരുന്നു കേട്ടോ. കുട്ടീനെ കാണിച്ചു തരും ചെയ്തിരുന്നു, മിടിപ്പും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ച് തന്നിരുന്നു കേട്ടോ. പക്ഷേ അതിലൊന്നും നല്ലപോലെ നമുക്ക് കുട്ടീനെ കാണാൻ പറ്റില്ല. ചെറിയൊരു എന്താണെന്ന് പറയുക, ചെറിയൊരു കുരു മുഴയൊക്കെ മാതിരി ഒരു സംഭവമായിട്ട് കേട്ടോ അത് തോന്നുള്ളൂ. കാരണം ഇങ്ങനെ ആയി വരുന്നുണ്ടാവുള്ളല്ലോ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനും ബേജാറൊക്കെ ഉണ്ട്. ഇനി എന്തെങ്കിലും പറയുമോ എന്നൊക്കെയുള്ളൊരു ബേജാറായിട്ടാ. പിന്നെ ആ കണ്ടത് എന്താ വെച്ചാൽ ലാലുവിൻ്റെ സ്കൂളാട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ വാങ്ങിലാണല്ലോ. അങ്ങനെ പിന്നെ തിരൂരിൽ നിന്ന് അങ്ങനെ ഉമ്മാനെ എടുത്തിട്ട് വേണം കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അങ്ങനെ പിന്നെ ഉമ്മ റോട്ടുമ്മൊക്കെ കയറി നിൽക്കണായിരുന്നു. പിന്നെ ലാലു കടയിൽ നിന്ന് അങ്ങനെ ആ ടൈമൊക്കെ കണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ കട വെറുതെ ലീവാക്കണ്ടല്ലോ നേരത്തെ ലാലുവിന് നല്ല സുഖം കേട്ടോ താനൂർ ഹോസ്പിറ്റലിലേക്ക് വരാൻ. അങ്ങനെ പിന്നെ ഉമ്മാനെ എടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയും പോവുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറയുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ എന്താണ് ഭയങ്കര ബേജാറ് കേട്ടോ. എന്തോ ഒരു അസ്വസ്ഥത, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് കേട്ടോ. പിന്നെ ഛർദിയും കാര്യങ്ങളൊക്കെ തുടങ്ങി കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും അസ്വസ്ഥതയൊക്കെ നല്ല ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും കാറിൽ AC ഇടാനൊന്നും ഞാൻ അയച്ചിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് പൊതുവെ അതിൻ്റെ മണമൊന്നും പറ്റൂല. അപ്പോൾ പിന്നെ അങ്ങനെ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അതാട്ടോ സബാന ഹോസ്പിറ്റലിൽ താനൂർ. ഈ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഹോസ്പിറ്റൽ, അതൊക്കെ നല്ല ഇഷ്ടമാട്ടോ അവിടെ. പക്ഷേ പിന്നെ ഹോസ്പിറ്റൽ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ വാങ്ങുന്ന താനൂർ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുമ്പോൾ അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. തിരൂർക്ക് തന്നെ 1 മണിക്കൂറിന് അടുത്തുണ്ട്. പിന്നെ തിരൂരിൽ നിന്ന് താനൂർക്ക് അത്യാവശ്യം ഉണ്ട്. അപ്പം നമ്മൾ ഈ പ്രസവം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പേടി തന്നെയല്ലേ. അപ്പോൾ പിന്നെ വളാഞ്ചേരി കാണിച്ചു തന്നിരുത്തിട്ട് ലാസ്റ്റ് വരവും കൂടി ഇവിടെ കാണിച്ചു തന്നിരുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചിരുന്നത്. പക്ഷെ എന്താണാവോ ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ. ഈ പോക്ക് വരവ് ബുദ്ധിമുട്ടായ ഒറ്റ കാരണം കേട്ടോ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റാൻ നിർത്തിയത്. കാരണം ഇപ്പം ഇവിടെ നാട്ടിലില്ലാത്തതാണ്. പിന്നെ ആണുങ്ങളായിട്ട് ആരുമില്ല. അപ്പോൾ പിന്നെ ഈ പ്രസവം ഇതൊക്കെ വരുമ്പോൾ എപ്പോഴാണ് എന്തായതൊന്നും നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വളാഞ്ചേരി റഹ്മത്ത് ഡോക്ടറെ കാണിച്ചെന്നുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും സ്കാനിങ്ങിൻ്റെ അവിടെ പോയപ്പോൾ ആരും വന്നിട്ടില്ല കേട്ടോ, ഒരു ഈച്ചക്കുട്ടി പോലും ഇല്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നേരെ പോന്നിട്ട് പിന്നെ പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ട് ഹൈറ്റും വെയിറ്റൊക്കെ നോക്കാൻ വേണ്ടി പോയി. അങ്ങനെ പോയി പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. അതെന്തിനാ വെച്ചാൽ നമ്മൾ ഷുഗറിൻ്റെ ടെസ്റ്റ് ഉണ്ടല്ലോ അത് ചെയ്യാൻ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ഇതിന് 9ാമത്തെ ആഴ്ചത്തെ സ്കാനിങ്ങിനാട്ടോ ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. അങ്ങനെ അതായത് നമ്മൾ കുട്ടിക്ക് വളർച്ച ഉണ്ടില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് 6ാമത്തെ ആഴ്ചയിൽ ഒരു സ്കാനിങ് കഴിഞ്ഞു, 9ാമത്തെ ആഴ്ചയിൽ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടിക്ക് ഇങ്ങനെ വളർച്ച വ്യത്യാസം ഉണ്ടോ, അതായത് വളർന്ന് വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാനിങ് ഇല്ലേ അത്. നമുക്കും ഇങ്ങനെ ഇതേമാതിരിയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ ഇതിനൊക്കെ പറ്റി അറിയുള്ളൂ. അങ്ങനെ ഞാനും ഉള്ളിൽ എന്തായാലും ബ്ലഡ് എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ 2 ഉമ്മമാരും കൂടി പുറത്ത് ഇരുന്നിട്ട് കാര്യമായിട്ട് എന്തൊക്കെയോ വർത്താനം പറയാം കേട്ടോ. പിന്നെ എൻ്റെ അപ്പുറത്ത് താത്താനങ്ങനെ ബ്ലഡ് എടുക്കണം നോക്കിക്കുക. എന്നിട്ട് എനിക്കെന്താണ് അപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ചോര എടുക്കണൊക്കെ അങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ചോര എടുക്കണേൽ ഞാനിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ എനിക്കുള്ള എന്താ പറയുക ഇതിങ്ങനെ നമ്മളെ ഗുൾഗൂസും കൂടി കലക്കിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ ആ സംഭവം കേട്ടോ. അപ്പോൾ അതുണ്ടാക്കി കൊടുന്ന് തന്നിട്ട് എനിക്കും. അപ്പോൾ ഓല പറഞ്ഞ് ഇത് കുടിച്ചണം, പിന്നെ ഛർദ്ദിക്കാൻ പാടില്ല കാരണം ഛർദ്ദിച്ചാൽ പിന്നെ 2ാമത് കുടിപ്പിച്ചെന്നാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഛർദ്ദിയൊക്കെ തുടങ്ങിയ കാരണം എനിക്കതിൻ്റെ ചുയ കൊണ്ട് ഒരു സുഖം കിട്ടണില്ല കേട്ടോ. കുറച്ച് നിർത്തും കുറച്ച് കുടിച്ചും അങ്ങനെയൊക്കെ കൂടിയായിട്ട് എന്തായാലും പള്ളിക്കും ഈ ഒരു ഗ്ലാസ് വെള്ളം എത്തിച്ചണം. എന്നിട്ട് പിന്നെ
ഓര് പറയുന്ന ടൈമിൽ ചെന്നിട്ട് ബ്ലഡ് എടുത്തിട്ട് അതിന് പരിശോധനയിലാട്ടോ നമുക്ക് ഷുഗറിൻ്റെ ലെവലൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമുക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ടെസ്റ്റ് കേട്ടോ അത്. അങ്ങനെ ഞാൻ എന്താ ചെയ്ത് അവിടുന്ന് വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നു. പിന്നെ സ്കാനിങ്ങിൻ്റെ അവിടെ പോയിട്ട് ബുക്ക് ചെയ്തിട്ടോ. കാരണം ഞങ്ങൾ ഇവിടുന്ന് ബ്ലഡൊക്കെ എടുത്ത് ചെന്നപ്പോൾ അവിടെ സ്കാനിങ്ങിൻ്റെ അവിടെ ഒക്കെ സെറ്റായിരുന്നു കേട്ടോ. അവിടെ ആൾ വന്നിരുന്നു. 9 മണിക്ക് അവിടെ ഓപ്പൺ ആവുള്ളൂ കേട്ടോ. ഞങ്ങൾ പിന്നെ 9 മണീൻ്റെ മുന്നേ തന്നെ അവിടെ എത്തിയ കാരണം സ്കാനിങ്ങിൻ്റെ അവിടെ ആളുണ്ടായിരുന്നില്ല. പിന്നെ ബ്ലഡൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനും അവിടെ ആൾ വന്നു. അങ്ങനെ പിന്നെ ഒക്കെ ബുക്ക് ചെയ്തിട്ട് ഞാൻ നേരെ ക്യാൻറ്റീനിലേക്കാട്ടോ വന്ന്. കാരണം ഛർദ്ദിച്ചാൽ ഇന്നും ഓല ഗ്ലൂക്കോസ് വെള്ളം കുടിപ്പിച്ചെന്നായിരുന്നു. എനിക്കാണല്ലോ ഛർദ്ദിക്കാൻ വന്നിട്ട് അങ്ങേ അറ്റത്തെത്തിയിരിക്കണം. അപ്പോൾ ഞാൻ വേഗം ക്യാൻറ്റീനിൽ വന്നിട്ട് ₹1 അച്ചാർ ഉണ്ടാവുമല്ലോ, അങ്ങനെ എരിവും പുളിയുള്ള തട്ടുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല നമുക്ക്. പക്ഷേ ഓലോട് പറയാൻ പാടില്ല, ഓലോട് പറഞ്ഞ പോലെ ചീത്ത അറിയിട്ടാ. കാരണം ആ വെള്ളം കുടിച്ചാൽ പിന്നെ നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഷുഗറിൻ്റെ ലെവൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കാണേലോ പിന്നെ അത് കുടിച്ചാലുള്ള ഒരു ആവത് എനിക്കില്ല. അത് കാരണം ഞാൻ എന്താ കാട്ടി, ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു അച്ചാർ വാങ്ങി കൊടുത്തിട്ട് അത് തിന്നാന്ന് കരുതിയിട്ടാ. അങ്ങനെ ക്യാൻറ്റീനിൽ നിന്ന് അച്ചാറൊക്കെ വാങ്ങി ബാഗിലിട്ട് വേഗം ഉമ്മാൻ്റെ അടുത്തൊക്കെ പോന്നിട്ടാ. എന്നിട്ട് പിന്നെ അങ്ങനെ ആക്കത്തിന് ഇരുന്ന് തിന്നാന്ന് കരുതിയിട്ടാ. എനിക്കാണേലും എന്താ മണം പറ്റണില്ല, എന്താണെന്ന് പറയുക, ചുവയും മണം ഒന്നും പറ്റണില്ല കേട്ടോ. ഒരു മൊത്തത്തിൽ എനിക്കിപ്പോൾ തിന്നാൻ പറ്റണില്ല കേട്ടോ. എനിക്ക് ആദ്യമൊന്നും അങ്ങനത്തെ ഒരു കുഴപ്പമില്ലേനു കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള ആ ഒരു മെയിൻ തന്നെ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഛർദ്ദി, ക്ഷീണം, തലമിന്നൽ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലേനു. പിന്നെ 6 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ എനിക്ക് നല്ല രീതിക്ക് അസുഖങ്ങൾ തുടങ്ങിയിട്ടാ. എനിക്കില്ലാത്ത ഒരു ഇതേന് അതെന്തായാലും ഇപ്പോൾ മാറിക്കിട്ടിയിട്ട് അത്യാവശ്യം നല്ല ഛർദ്ദിയായിട്ടാ. ഛർദ്ദിച്ചൊരു വൈക്കായി. അങ്ങനെ പിന്നെ എന്തായാലും ഗ്ലൂക്കോസ് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു പാക്കറ്റ് അച്ചാറും തിന്ന് അവിടെ ഇരുന്ന്. അങ്ങനെ പിന്നെ അച്ചാറൊക്കെ കൊണ്ടുപോയി കളഞ്ഞപ്പോൾ പിന്നെ സ്കാനിങ്ങിന് വിളിച്ചിട്ടാ. അങ്ങനെ പിന്നെ സ്കാനിങ്ങിന് കയറി. അങ്ങനെ സ്കാനിങ്ങിന് കയറിയപ്പോഴാണ് എനിക്ക് ഗ്ലൂക്കോസിൻ്റെ നമ്മളെ ഈ ഷുഗറിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അല്ല അത് എന്നോട് 9:45 ചെല്ലാൻ പറഞ്ഞതേന്. പക്ഷെ ഞാൻ സ്കാനിങ്ങിന് കയറിയെന്ന്. അത് കാരണം എനിക്ക് ആ ടൈമൊക്കെ ചെല്ലാൻ പറ്റിയില്ല. പിന്നെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ 10:15 കേട്ടോ. അപ്പോൾ അതിൻ്റെ ടൈം തെറ്റിയോലോ. 9:15 പറഞ്ഞേക്കണേ, 9:45 പറഞ്ഞതുകൊണ്ട് ആ ടൈമിൽ തന്നെ ചെന്നാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ അളവ് അറിയാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെ എന്തായാലും പിന്നെ ഒരു പോക്ക് എന്തായാലും ഇപ്പോൾ നടക്കൂലല്ലോ താന്നൂർക്ക്. അപ്പോൾ ഓല് പറഞ്ഞു നാളെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ നാളെ പോക്കൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല. എന്നാലും ഇടങ്ങാറായിട്ടാണ് ഇങ്ങോട്ട് എത്തിക്കിട്ടിയിരിക്കുന്നത്. കാരണം എനിക്ക് കുറേ ടൈമൊന്നും ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. പെരയിൽ നിന്ന് തന്നെ 2 അടി നടക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. അങ്ങനത്തെ ഒരവസ്ഥയിൽ പിന്നെ ഞാൻ രണ്ടാമത് ഈ ഷുഗറിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ താന്നൂർ ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ട്. ഭയങ്കര റിസ്ക് അല്ലേ. അപ്പോൾ ഞാൻ ഓലോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്കിപ്പോൾ തൽക്കാലം നിങ്ങൾ ഷുഗറിൻ്റെ ടെസ്റ്റ് നോക്കി തന്നാളിയാണ്. അങ്ങനെ പിന്നെ ഒരു ഷുഗറിൻ്റെ ടെസ്റ്റ് നോക്കി തന്നു. ഡോക്ടറോട് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ സ്കാനിങ് റിപ്പോർട്ട് കിട്ടി. അതിൻ്റെ കൂടെ തന്നെ എനിക്കിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർ ഇഷ്ടമല്ല കമ്പനി എന്നിട്ടാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്കിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്ത് തരുമോ ചോദിച്ചേ. അങ്ങനെ ഡോക്ടർ എൻ്റെ എല്ലാവിധ മലയാളങ്ങളിലേക്ക് നിൽക്കുന്ന കാരണം ഡോക്ടർ എനിക്ക് പ്രിൻ്റ് എടുത്ത് തന്നിട്ടാണ്. അത് ഞാൻ 6ാമത്തെ ആഴ്ചയിലും സ്കാനിങ്ങിന് പോയപ്പോൾ എനിക്ക് കുട്ടീനെ കാണിച്ചൊന്നും ചെയ്ത് ഇങ്ങനെ, അതായത് നമുക്ക് മിടിപ്പ് കേൾപ്പിച്ചെന്ന് കുട്ടീനെ കാണിച്ചെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് തരുമോ ചോദിച്ചു. അങ്ങനെ അത് പ്രിൻ്റ് എടുത്ത് തരും ചെയ്തിട്ട്, അതായത് നമ്മൾ സ്കാനിങ് റിപ്പോർട്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഓരോന്ന് പ്രിൻ്റ് എടുത്ത് തരും. അങ്ങനെ ഈ 2 പ്രാവശ്യം പോക്കിലും എനിക്കങ്ങനെ ചെയ്ത് തന്നിട്ട്. അതാട്ടോ എനിക്ക് കൂടുതൽ ഈ ഹോസ്പിറ്റലിനോട് ഇത്ര ഭയങ്കര ഇഷ്ടം. കാരണം ഡോക്ടർമാരൊക്കെ നമുക്ക് നല്ല കമ്പനിയാണ്. അങ്ങനെ ചിലയിടത്ത് നിന്നൊക്കെ പ്രിൻ്റ് വേണമെന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് ചീത്ത പറയും. പിന്നെ ചിലർ മിടിപ്പ് കേൾപ്പിച്ച് തരുമൊന്നുമില്ലല്ലോ. അങ്ങനെ എനിക്കെന്തായാലും ഫസ്റ്റ് തന്നെ 6ാമത്തെ ആഴ്ചയിൽ തന്നെ നമുക്ക് മിടിപ്പൊക്കെ കേൾപ്പിച്ച് തന്നു കേട്ടോ. അങ്ങനെ എന്തായാലും എല്ലാതും സെറ്റായി. പിന്നെ ഞങ്ങൾ ഷുഗറിൻ്റെ ടെസ്റ്റ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ചെയ്യുന്നിട്ട്. കാരണം ഷുഗറിൻ്റെ ടെസ്റ്റ് കിട്ടിയിട്ട് വേണം പിന്നെ ഡോക്ടറെ കാണിച്ചാൽ. അപ്പോഴൊക്കെ ഇവിടെ നല്ല ആൾക്കാർ വന്നിരിക്കണം കേട്ടോ. ഞങ്ങൾ രാവിലെ 8:45 വന്നപ്പോൾ ഇവിടെ ഒന്നും വല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല. ഈ അതായത് ഹോസ്പിറ്റലിലത്തെ നേഴ്സുമാരും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ രാത്രി ഡ്യൂട്ടിയിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇരുന്നപ്പോൾ നമുക്ക് കയറാനായിട്ടാണ്. കാരണം നമ്മൾ സ്കാനിങ്ങും ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി വന്നപ്പോൾ ഞങ്ങളെ വിളിച്ച് പോയിന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെ വേഗം വിളിച്ചിട്ട്. കാരണം ഞങ്ങളെ വിളിച്ച് പോയതല്ലേ, പിന്നെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ് തീരെ വെച്ചാന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം ഡോക്ടറെ കാണിച്ചാൻ പറ്റിയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മരുന്നൊക്കെ വാങ്ങി. പിന്നെ എനിക്കൊരു ഇഞ്ചക്ഷൻ വെക്കാൻ ഉണ്ടായിരുന്നിട്ട്. അതെന്തിനാ സംഭവിച്ചത്, ചെറുതായിട്ടൊരു ബ്ലീഡിങ്ങിൻ്റെ ഇത് ഉണ്ടായിരുന്നിട്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ ഇഞ്ചക്ഷൻ വെക്കാൻ ഉണ്ടായിരുന്നിട്ടോ. അത് ആഴ്ചയിൽ ഓരോന്ന് ചെയ്യുന്നിട്ട് വെക്കണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ ഒരു ഇഞ്ചക്ഷൻ വെച്ച് പിന്നെ അവിടുന്ന് ഞങ്ങൾ പോകുന്നിട്ടാ. അങ്ങനെ ഉച്ചയായപ്പോഴത്തേനും എന്തായാലും കഴിച്ചിലായിട്ടാ. ഈ ഹോസ്പിറ്റലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടിട്ട്
പിന്നെ അങ്ങനെ രാവിലെ നേരത്തെ വന്നാലും നമുക്ക് ഉച്ചയാകുമ്പോഴൊക്കെ കഴിച്ചിലാവാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വരെ ഇരിക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ഇടയിൽ ഡോക്ടർക്ക് പ്രസവ കേസോ വേറെ എന്തെങ്കിലുമൊക്കെ എമർജൻസി വന്നാൽ ഡോക്ടർ പോവുകയും ചെയ്യും. അങ്ങനെയാണ്. എന്തായാലും നമ്മളെ ഭാഗ്യത്തിന് ഡോക്ടറൊക്കെ വേഗം കാണിച്ചിറങ്ങിയിട്ടാണ്. പിന്നെ ഈ സ്കാനിങ്ങും പിന്നെ ഈ ഷുഗറിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്ര വൈകിയത്. അല്ലെങ്കിൽ എപ്പോഴോ പെരേക്കത്തുള്ള ടൈമായിട്ടാണ്. അങ്ങനെ പിന്നെ മാഷാ അല്ലാഹ് അതിലൊന്നും കുഴപ്പമില്ല. അങ്ങനെ പിന്നെ എന്തായാലും പെരേക്ക് പോന്നിട്ട് പെരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ടെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക എന്നുള്ള ബേജാറായിരുന്നു. സ്കാനിങ് ഉള്ള ദിവസം നമുക്ക് അധികം ബേജാറായിക്കാരല്ല. പിന്നെ ഒരു സന്തോഷം എന്താ വെച്ചാൽ കുട്ടീനെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ പുറമെ ഇനി എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും അത് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് അതിലൊന്നും കുഴപ്പമില്ലാതെ റാഹത്തിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് പെരയിൽ പോകാമെന്ന് കരുതിയിട്ട്. കാരണം നട്ടുച്ച ടൈമായിട്ടാണ്. ഒരു 2 മണി ആ ടൈമൊക്കെ ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരൂർ വന്നിട്ട് ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടി കയറിയിട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും ഒരു മുതലും വേണ്ട കേട്ടോ. പച്ചവെള്ളം കിട്ടിയാൽ അത്രയും നല്ലത്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് താല്പര്യം. ജ്യൂസോ കാര്യങ്ങളോ ഒന്നിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് മണം പറ്റണില്ല, തിന്നാൻ തോന്നണില്ല, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടും കേട്ടോ. ഛർദിക്കാരം ഒരു മൊത്തത്തിൽ തിന്നാൻ പറ്റില്ല. അങ്ങനെ അപ്പം എൻ്റെ അമ്മക്കാണല്ലോ ചട്ടിച്ചോറ് തിന്നാൻ പൂതി. അപ്പോൾ രണ്ടുമ്മാരും ചട്ടിച്ചോറും തിന്ന് പിന്നെ ആപ്പാപ്പി ഇപ്പപ്പിയും സാധാ ചോറും പറഞ്ഞിട്ട്. പക്ഷേ അതിക്ക് ഓൽക്ക് നല്ല സദ്യ മാതിരി തോനെ കൂട്ടാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മിഥുനും എനിക്കും ബിരിയാണി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു പ്ലേറ്റ് ബിരിയാണി മതി പറഞ്ഞിട്ട്. കാരണം ഞാൻ തിന്നൂല, 2 ഉരുള പള്ളിക്ക് എത്തി അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഒരു പ്ലേറ്റ് ബിരിയാണിയും പറഞ്ഞു. അങ്ങനെ ആ ഒരു പ്ലേറ്റിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും കൂടി എടുത്തേക്കുന്നത്. അങ്ങനെ പിന്നെ എൻ്റെ അമ്മക്കാണല്ലോ ചട്ടിച്ചോറ് കിട്ടിയ പൊലിവാട്ട. എൻ്റെ മതിയായിട്ടാട്ടോ ചട്ടിച്ചോറ് തന്നെ ആ ഒരു പൊലിവാട്ട ആൾക്ക്. കാരണം അങ്ങനെ ആളിങ്ങനെ എപ്പോഴും പറയുന്നു കേട്ടോ ചട്ടിച്ചോറ്. അപ്പം ഇന്ന് എന്തായാലും ആ ആഗ്രഹം നിറവേറിയിട്ടാണ്. പിന്നെ ആപ്പാപ്പിയും ഇപ്പപ്പിയും പറയുന്ന സാധാ ചോറും കറിയും മീനൊന്നും ആയിരുന്നു കേട്ടോ. ഷോൽക്ക് വന്നപ്പോഴാണല്ലോ വല്ല സദ്യ മാതിരി തോനെ ചോറും കൂട്ടാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കാണല്ലോ ചെമ്മീനോട് ഭയങ്കര പൂതി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ട് ചെമ്മീൻ ഇങ്ങനെ പൊരിച്ചതും കിട്ടിയിട്ടോ. അങ്ങനെ പിന്നെ ഓല മീനൊന്നും ഇറച്ചിന്നൊക്കെ കൈയിട്ട് വാരി അങ്ങനെ തിന്നിട്ടോ. പക്ഷെ ബിരിയാണി ഞാൻ തിന്നിട്ടില്ല. ഞാൻ മീനാട്ടോ കാര്യമായിട്ടിരുന്ന് തിന്നത്. എനിക്ക് എന്താണാവോ ചെമ്മീൻ തിന്നാൻ ഭയങ്കര പൂതി. അങ്ങനെ ചെമ്മീനൊക്കെ പള്ളർച്ച് തിന്ന്. പിന്നെ ഓല മാന്തൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പപ്പ മാന്തളെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഉപ്പപ്പാൻ്റെയും അപ്പാപ്പാൻ്റെയും മാന്തളിന്ന് കുറേ കൈയിട്ട് വാരി തിന്നു. അങ്ങനെ ചോറ് തീറ്റൊക്കെ കഴിഞ്ഞ് പള്ളർച്ച് തീറ്റൊക്കെ കഴിഞ്ഞ് ബില്ല് കണ്ടപ്പോൾ അതിലേറെ പള്ളാന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ പിന്നെ ബില്ല് കണ്ട് കണ്ണും തള്ളി പിന്നെ ഞങ്ങളങ്ങനെ പെരേക്ക് ഉമ്മാനെ എടുത്ത് ഞങ്ങൾ പെരയിൽ പോന്നിട്ടാണ്. പെരേക്ക് എത്തിയപ്പോൾ സമാധാനമായി. ഇനി ഒന്ന് വേഗം പോയി കടന്നാൽ മതി കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ കടലാസും പോക്കാതെ മാഷാ അല്ലാഹ് നല്ല രീതിക്ക് നല്ല ഉഷാറിൽ വന്നിരിക്കണം കേട്ടോ. പിന്നെ പെരയിലെത്തിയ അപ്പം ഇതേമാതിരി എന്തെങ്കിലും ഈ സാധനത്തിൻ്റെ പേര് മറന്നല്ല, ചാമ്പക്ക സുർക്കിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്നായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് അങ്ങേ അറ്റത്തേക്കുന്നു. പിന്നെ ഛർദ്ദിക്കാൻ വരുന്ന ടൈമിൽ ഇങ്ങനെ ഉപ്പിലിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നും, അല്ലെങ്കിൽ അച്ചാർ വാരി തിന്നും. അതൊക്കെ ഇട്ട് എൻ്റെ സ്വഭാവം. കാരണം എരുമുള്ളിയൊക്കെ തട്ടുമ്പോൾ കുറേ സമാധാനം ഉണ്ടാവും. മധുരമുള്ളത് തിന്നാൻ തന്നെ തോന്നണില്ല കേട്ടോ. കാരണം മധുരത്തിനോടൊക്കെ ഒരു വെറുപ്പ്. പൊതുവേ എനിക്ക് മധുരം ഇഷ്ടമല്ല. എനിക്ക് എരുമുള്ളിയൊക്കെ തന്നെ ഇട്ടാണ് ഇഷ്ടം. ഇപ്പം പിന്നെ അധികം കേട്ടോ സുർക്കിലിട്ടതൊക്കെ ആയ എൻ്റെ ജീവനാട്ടോ. അങ്ങനെ വന്ന സ്പോട്ടിൽ തന്നെ അതൊക്കെ തിന്ന്. അങ്ങനെ പിന്നെ ചാമ്പക്ക തീറ്റൊക്കെ കഴിഞ്ഞിരുന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് മുന്തിരിയൊക്കെ അതാട്ടോ ഞങ്ങളെ പെരയിലുണ്ടായ മുന്തിരി കേട്ടത്. മുന്തിരിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വലുതായി വന്നിരിക്കുന്നു കേട്ടോ. മാഷാ അല്ലാഹ് അങ്ങനെ 2 കൊല മുന്തിരിയൊക്കെ ഉണ്ടായിക്കുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ മുന്തിരി പൂത്ത കണ്ടപ്പോൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ കുട്ടിയാട്ടത്. അങ്ങനെ ഓനോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ഓനക്കാണല്ലോ മുന്തിരിക്കാല കണ്ടിട്ട് പറിച്ചേ കഴിച്ചു. പിന്നെ ഓനവിടെ നിർത്തി അത്ര വലിയ സേഫ് അല്ല. അപ്പോൾ അങ്ങനെ വല്ല ഓനവിടെ ഇറക്കിയിട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും ലാലു വൈകുന്നേരം വന്നപ്പോൾ എനിക്ക് മക്രോണി ഇടുന്നത് നിന്നിട്ടാ. തിരൂരായിരുന്നു ഈ ഒരു സാധനത്തിനോട് എനിക്കൊരു വില ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാങ്ങിലെത്തിയപ്പോൾ ഇത് തിന്നാൻ ഭയങ്കര പൂതിയിട്ട്. അതായത് ഇതിങ്ങനെ പെട്ടിയിറച്ചിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു മക്രോണി കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. തിരൂരായി നിന്ന് ഇടക്കും തലക്കൊക്കെ ഞാൻ അത് കൊണ്ടുവച്ച് തിന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര പൂതിയിട്ടാണ് തിന്നാൻ. പക്ഷേ വലിയ ആളെ കൊണ്ടുവച്ച് തിന്നാനൊന്നും പറ്റിയില്ല കേട്ടോ. കുറച്ചൊക്കെ തിന്നപ്പോഴത്തേന് എനിക്ക് ഛർദ്ദിക്കാൻ വരൽ തുടങ്ങിയിട്ടാ. കാരണം അതിൽ പച്ച ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട കാരണം എനിക്ക് ആ ഉള്ളിൻ്റെ മണവും ചൊയും പറ്റിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അത് തീറ്റ അവിടെ എല്ലാം നിർത്തിയിട്ടാ. പൂതിക്കല്ലാതെ കൊണ്ടുവച്ച് തിന്നു കേട്ടോ. പക്ഷേ എവിടെ തിന്ന് പള്ളിക്ക് എത്ത ഒഴിവുണ്ടാവില്ല. അപ്പത്തിനും ഞാൻ പോയി ഛർദ്ദിക്കും. അപ്പം എൻ്റെ അനിയന്മാർ ഇങ്ങനെ പറയട്ടോ, ഓൾക്ക് വെറുതെയാണ് തിന്നാൻ കൊടുക്കണം, ഓൾ മുഴുവൻ കൊണ്ടുപോയി ഛർദ്ദിക്കും, ഞങ്ങൾക്ക് തന്നാളി അറിയട്ടാ. കാരണം ആരെങ്കിലുമൊക്കെ നമ്മൾ കാണാൻ വേണ്ടി വരുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊണ്ടുവരിക അല്ലെങ്കിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമുക്ക് തിന്നാൻ അങ്ങനെ തോന്നില്ല. അങ്ങനെ തിന്നാൻ തോന്നുമ്പോൾ ഒന്നായിട്ട് എടുത്താണ് തിന്നും, എന്നിട്ട് ഒന്നായിട്ട് പോയിട്ടാണ് ഛർദ്ദിക്കും. പിന്നെ ഒന്നിനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടാ. അപ്പോൾ ഓൾ പറയും ചെയ്യും, ഓൾ തിന്നൂല്ല, തിന്നണവരെ തിന്നാൻ അയക്കൂല അറിയട്ടെ. കാരണം ആറ്റും നോറ്റ് എന്തെങ്കിലുമൊക്കെ കുറച്ചുണ്ടാവുള്ളൂ. പക്ഷെ നമുക്കിങ്ങനെ ഇങ്ങനെ പള്ളിയിലുണ്ടായിരിക്കാന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമ്മളൊരു അധികം ഒരു നോട്ടേക്കാരല്ലോ. അപ്പം നമ്മളങ്ങനെ തീറ്റിച്ചല്ലോ എവിടെ അത് തിന്നിട്ട് പള്ളിക്ക് എത്തൂല. അപ്പൊക്കെ ഞാൻ പോയി ഛർദ്ദിക്കും. ആ ഒരവസ്ഥ കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ എന്തായാലും രാത്രിക്കൊക്കെ പിന്നെ അമ്മ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നിട്ടാണ്. ചോറ് തീറ്റൊക്കെ കഴിഞ്ഞ് ലാലു തിരിക്കനെ തിരിച്ചു പോയിട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ.